ഒരാളുടെ മനോനില തെറ്റിയാൽ എന്ത് ചെയ്യണം? വല്ല മുറിയിലും അടച്ചിടണം, എന്നിട്ട് കൊണ്ട് ചികിത്സിക്കണം, അതല്ലേ വേണ്ടത്. എന്നിട്ട് കരുതലോടെ കാവലിരിക്കണം, പുറത്തു പോവാതിരിക്കണം. പുറത്തു പോയി ആളുകളെ ആക്രമിക്കുകയും ആളുകളെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്താൽ ആളുകൾ മനോനില തെറ്റിയതാണെന്ന് കരുതില്ല, നല്ല പൊട്ടീര് കൊടുക്കും. അടി കൊടുത്തു കഴിഞ്ഞ് എന്തെങ്കിലും ശാരീരികമായ ഉപദ്രവം സംഭവിച്ചതിന് ശേഷമായിരിക്കും അയ്യോ പാവമാണല്ലോ, വട്ടാണല്ലോ എന്നൊക്കെ കരുതുക. ഇത് ഞാൻ പറയാൻ കാരണം, പല പ്രേക്ഷകരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഈ പാകിസ്ഥാൻ പന്നികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇന്ത്യ പ്രതികരിക്കാത്തത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അവരുടെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു, പാകിസ്ഥാന് അവകാശപ്പെട്ടതാണ് വെള്ളം, അത് തന്നില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. തീർന്നില്ല, അവരുടെ ഒരു കാലാവസ്ഥാ വകുപ്പ് മന്ത്രി, അയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു ടാപ്പുണ്ട്, ആ ടാപ്പ് അയൽ രാജ്യത്തെ പ്രധാനമന്ത്രി കൈവശം വെച്ചിരിക്കുകയാണ്, അതിൽ നിന്ന് വെള്ളം തരത്തില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെ കൈവെട്ടും എന്ന് പറഞ്ഞു. പിന്നൊരുത്തൻ അവിടുത്തെ പ്രതിപക്ഷ നേതാവ്, ഞാൻ പറഞ്ഞു, അപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ എടുത്ത് കിണറ്റിലിടണം, ഇന്ത്യയെ ആക്രമിക്കും, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കൈവെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ കാമാന്ന് മിണ്ടിയിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ ഈ സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതിനെതിരെ ഒരു അന്താരാഷ്ട്ര സെമിനാർ പാകിസ്ഥാനിൽ നടത്തി. അതിൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ബിലാവൽ ഭൂട്ടോയുടെ മകൾ, അവൻ്റെ അമ്മ അറിയില്ലേ, അമ്മേനെ ആൾ ബോംബ് വെച്ച് കൊന്നതാണ്, അമ്മയെ രക്ഷിക്കാൻ പറ്റ തള്ളയെ രക്ഷിക്കാൻ കഴിയാത്ത ഈ മരയോള പറയുകയാണ് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കണം. അവിടുത്തെ ഭരണകക്ഷിയുടെ കൂടെ നിന്നിട്ട് പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രഖ്യാപിക്കണം, നമുക്ക് വെള്ളം തന്നില്ലെങ്കിൽ. ഇത് കേട്ടിട്ട് ഇന്ത്യയിൽ ഒരൊറ്റ പ്രതിപക്ഷ നേതാക്കന്മാർ, പാകിസ്ഥാനിലെ തെണ്ടികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരാൾക്കും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, BJP ഒഴികെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒന്നും തോന്നുന്നില്ല. പക്ഷെ പാകിസ്ഥാനിൽ അങ്ങനെയല്ല. പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾ ഭരണപക്ഷം എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ കൂടെ ചേർന്ന് കൈയടിക്കും പ്രതിപക്ഷം. അവരൊറ്റക്കെട്ട ഇന്ത്യക്കെതിരെ. ഇവിടെയോ ഇന്ത്യക്കെതിരെ ഒറ്റക്കെട്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം പാകിസ്ഥാന് വേണ്ടി. പാകിസ്ഥാനിലെ ഹീറോ രാഹുൽ ഗാന്ധിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ജയിച്ചില്ല, ഇന്ത്യ പാകിസ്ഥാൻ്റെ മുന്നിൽ മുട്ടുകുത്തി എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ അത് പാകിസ്ഥാൻ ചാനലുകളിൽ, പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നവർ ഇന്ത്യ വിരുദ്ധരാണ്. ഈ രാജ്യം നശിച്ചു പോകണം, ഇന്ത്യയിൽ അവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ പറ്റില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത് കൊണ്ട് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന് ഒരു ഗതിയുമില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ ഇടപെട്ട് മോദിയെ ഒന്ന് പുറത്താക്കി തരണം എന്ന് കോൺഗ്രസിൻ്റെ മണിശങ്കർ അയ്യർ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് മിണ്ടിയിട്ടില്ല, തെറ്റായിപ്പോയി എന്ന് പോലും പറഞ്ഞിട്ടില്ല. എന്തിന് നമ്മുടെ ശശി തരൂർ പോലും അന്ന് കാമ എന്ന് മിണ്ടിയിട്ടില്ല. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഖ്വാജ ആസിഫ്, അതായത് വേണ്ടി വന്നാൽ ഇന്ത്യയുടെ യുദ്ധം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇന്ത്യക്കെതിരെ വേറൊരു ആക്ഷേപമായിട്ട് വന്നിരിക്കുന്നു. അതിന് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് കൊടുത്ത മറുപടിയുടെ കാര്യമാണ് ഞാൻ ആദ്യം ഒരു ഉദാഹരണം പോലെ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ച മറുപടി കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ മന്ത്രിക്കുണ്ടല്ലോ, ആ ഖ്വാജ ആസിഫ്, അവനും ഭ്രാന്താണ്, പിടിച്ച് കെട്ടിയിടണം. അയാൾക്ക് ഭ്രാന്താണ്, അയാളെ പിടിച്ച് കെട്ടിയിടണം. കെട്ടിയിടാതെ ഇങ്ങനെ അഴിച്ചു വിട്ടാൽ നാട്ടുകാർ കയറി, ആരെങ്കിലും കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ എന്ന് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നു. എന്താ സംഭവം അറിയാമോ? ആദ്യം പറഞ്ഞ ബോംബിടും, യുദ്ധം ചെയ്യും, കൈവെട്ടും എന്നതൊക്കെ നമ്മളങ്ങ് വിട്ടു. എന്തെങ്കിലുമൊക്കെ പറയട്ടെ, പിച്ചും പെയ്യും പറയുന്നതല്ലേ, സ്വപ്നം കാണാൻ ടാക്സ് കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നടന്ന സംഭവം, നമ്മുടെ പ്രധാനമന്ത്രി സീഷെൽസ് എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപരാജ്യം, ഇന്ത്യയെ പോലെ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ അത്രയൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ആൻഡമാൻ്റെ അത്രയൊക്കെ ഉള്ളൂ, ആ ദ്വീപരാജ്യം സന്ദർശിച്ചപ്പോൾ കൊച്ചു രാജ്യമാണ്, വലിയ സൈന്യമൊന്നുമില്ല. നമ്മളെന്ത് ചെയ്തു, അവർക്ക് ചില പട്രോൾ ബോട്ടുകൾ, കുറച്ച് പൈസ കൊടുത്തു, കുറച്ച് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ, മരുന്ന് ഉൾപ്പെടെയൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ചെയ്യുന്നത് കൊണ്ട് അവരെന്ത് ചെയ്തു, അവരുടെ രാജ്യത്തെ ഒരു ബഹുമതി, ഗാർഡിയൻ ഓഫ് ഹൊറൈസൺ, ബ്ലൂ ഹൊറൈസൺ, നീലച്ചക്രവാളത്തിൻ്റെ സംരക്ഷകൻ, ഗാർഡിയൻ ഓഫ് ബ്ലൂ ഹൊറൈസൺ എന്ന് പറയുന്ന ഒരു ബഹുമതി അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തു. കാരണം അവരുടെ ഈ ചെറിയ രാജ്യത്തോട് ഇന്ത്യ കാണിക്കുന്ന, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിച്ച സ്നേഹാദരവിൻ്റെയും പരിഗണനയുടെയും പേരിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ എടുക്കുന്ന കാർബൺ വിമുക്ത ലോകത്തിന് വേണ്ടി ഇന്ത്യ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ പരിഗണിച്ച് അവർ ഒരു ഔദ്യോഗിക ബഹുമതി ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഇന്ത്യക്ക് കൊടുത്തു.
അപ്പോൾ ലോകത്തെ പല രാജ്യങ്ങൾ, സൗദി അറേബ്യയും ഒമാനും UAEയും ഒക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇതുപോലെ ഔദ്യോഗികമായി ആദരവുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഷഹബാസ് ഷെരീഫിനെ ഒരു പട്ടിയും നോക്കുന്നില്ല. നമ്മൾ കണ്ടതല്ലേ ഷാങ്ഹായ് ഉച്ചകോടി, മോദിയും ട്രംപും പുടിനും എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് സെക്യൂരിറ്റിക്കാരൻ നിൽക്കുന്ന പോലെ ഇങ്ങനെ കൈ കെട്ടി ഷഹബാസ് ഷെരീഫ് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ലാതെ നിൽക്കുന്നത്. എത്രമാത്രം അവമാനിക്കപ്പെട്ടു ആ മനുഷ്യൻ. അയാൾ ഒരു പ്രധാനമന്ത്രിയല്ലേ, പേരിനൊരു പ്രധാനമന്ത്രി. കാരണം അവിടെ ഭരിക്കുന്നത് അസിം മുനീറാണ്, പട്ടാള മേധാവിയാണ്. എന്നാലും പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് ഒപ്പിടുന്ന ഒരു യന്ത്രമായിട്ട് നമ്മുടെ മൻമോഹൻ സിംഗ് ഇരുന്നതുപോലെ പാകിസ്ഥാനിൽ ഇരിപ്പുണ്ടല്ലോ. ആരും മൈൻഡ് ചെയ്തില്ലെന്നേ. അന്ന് ഇയാളുടെ ചങ്ക് കലങ്ങിപ്പോയതാണ്. അതിനുശേഷം മോദിക്ക് എല്ലാ രാജ്യങ്ങളും, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചുവപ്പ് പരവതാനി സ്വീകരിച്ച് ആ രാജ്യത്തേക്ക് മോദി വന്നാൽ അവിടുത്തെ ഏറ്റവും വലിയ നേതാവ് തന്നെ വന്ന് വിമാനത്താവളത്തിൽ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഈ അസിം മുനീറിനും ഷഹബാസ് ഷെരീഫിനും സഹിക്കുന്നില്ല. അതിൻ്റെ ഒരു ഉദീരണം പോലെ ഖ്വാജ ആസിഫ് പറഞ്ഞു, ഷീഷെൽസ് കൊടുത്തത് ഡ്യൂപ്ലിക്കേറ്റ് ബിരുദമാണ്. അങ്ങനെ ഒരു ബിരുദം അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ആർക്കും കൊടുത്തിട്ടുമില്ല. ഇത് അപ്പോൾ ഉണ്ടാക്കിയത്, 2-3 ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ്. ശരിയാണ്, ആ രാജ്യത്ത് അങ്ങനെ ഒരു ഹോണർ ചെയ്യുന്ന ഒരു ബിരുദം ഉണ്ടായിരുന്നില്ല മറ്റൊരാൾക്ക്. കാരണം കൊച്ചു രാജ്യമല്ലേ, അങ്ങോട്ട് ആരും വരാറില്ല. ലോകത്തിലെ വലിയ രാജ്യങ്ങൾ, ഇന്ത്യ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വലിയ ഭൂവിസ്തൃതിയുമുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നെങ്കിലും സീഷെൽസിൽ വന്നിറങ്ങുമെന്ന് അതിൻ്റെ ഭരണാധികാരികൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ രാജ്യത്ത് വന്ന് അവരുടെ ആദരവ് വാങ്ങാൻ ലോക നേതാക്കൾ ആരും വരില്ല എന്നറിയാവുന്നത് കൊണ്ട് അവർ ഇത്തരം ബിരുദമൊന്നും ഉണ്ടാക്കി വെച്ചിരുന്നില്ല സാർ. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് എങ്ങനെ സ്വീകരിക്കണമെന്നറിയില്ല. ചില വിശിഷ്ട വ്യക്തികൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത വെപ്രാളം ഉണ്ടാവും അല്ലേ. എന്ത് ചെയ്യണം, ഇത് നമ്മുടെ ഇരിപ്പിടമൊക്കെ മതിയോ, മുറിയൊക്കെ ഇങ്ങനെ മതിയോ, ആഹാരം എന്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വെപ്രാളം ഉണ്ടാവും. അതുപോലെ സീഷെൽസിന് വെപ്രാളം ഉണ്ടായി. അവരെന്ത് ചെയ്തു, എന്തായാലും പ്രധാനമന്ത്രി മോദി വരുന്നതല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ രാജ്യത്തിൻ്റെ വകയായിട്ടൊരു ആദരവ് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആദരവ് കൊടുക്കാൻ സീഷെൽസ് തീരുമാനിച്ചു. അത് കൊടുത്തു. മോദി അവർക്ക് കുറേ സമ്മാനങ്ങൾ കൊടുത്തു. ആ രാജ്യത്തിൻ്റെ ജനതയുടെ മനം കവർന്ന് മോദി തിരിച്ചു വന്നു. മുമ്പൊരിക്കൽ നമ്മൾ കണ്ടതല്ലേ, ആഫ്രിക്കൻ ആ രാജ്യത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാല് തൊട്ട് തൊഴുന്നു. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ, ഞങ്ങൾ കോവിഡ് വന്ന് മരിച്ചു വീണുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് വാക്സിൻ തന്നത് ഇന്ത്യയാണ്. ലോകത്തെ പല രാജ്യങ്ങൾക്കും വാക്സിൻ വാങ്ങാൻ ശേഷിയില്ലാത്ത പല രാജ്യങ്ങൾക്കും ഇന്ത്യ വിമാനങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഡോസ് വാക്സിൻ അയച്ചു കൊടുത്തു. അങ്ങനെ ലോകരാജ്യങ്ങളുടെ മനം കവർന്നു ഭാരതത്തിൻ്റെ നായകൻ. അങ്ങനെയുള്ള ആൾക്ക് വേണ്ടി അവരത് കൊടുത്തു. അതിനാണ് ഇയാൾ പരിഹസിച്ച് വന്നിരിക്കുന്നു, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട്. മാത്രമല്ല, ഇവിടെ ചില ആളുകൾ അതിൽ സീഷെൽസ് കൊടുത്ത ബിരുദത്തിൽ അക്ഷരത്തെറ്റെന്നൊക്കെ പറഞ്ഞ് AI വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. എന്തൊരു സൂക്കേടാണെന്നറിയാം ഓമാർക്ക്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേറൊരു രാജ്യം അംഗീകാരവും ആദരവും കൊടുക്കുമ്പോൾ ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനമല്ലേ തോന്നേണ്ടത്. അപ്പോൾ അത് കൊടുത്ത കടലാസ് അക്ഷരത്തെറ്റോടെ ആ സർട്ടിഫിക്കറ്റൊക്കെ വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ ഇന്ത്യ വിരുദ്ധതയാണ് ഇവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് ഇയാൾ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് ഗാർഡിയൻ പത്രത്തിൽ വാർത്തയായി, ഈ ഖ്വാജ ആസിഫ്. അപ്പോഴാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പറഞ്ഞത്. ഈ ബിലാവൽ ഭൂട്ടോയും മുസാദിഖ് ഖാലിദും ഒക്കെ പറഞ്ഞത് ഇന്ത്യ പൂച്ഛിച്ച് തള്ളി. പക്ഷേ ഈ പ്രതിരോധ മന്ത്രി എന്ന് പറഞ്ഞ കിഴങ്ങൻ ഖ്വാജ ആസിഫ് കുറേ നാളായി ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് ഇവനോട് പറഞ്ഞിട്ട്, നിനക്കൊന്നും ഇത് തരാത്തത്, ലോകത്താരും നിങ്ങൾക്ക് പട്ടി വില പോലും തരാത്തതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. ആണുങ്ങളെ ആണുങ്ങൾക്കറിയാം, മാന്യന്മാരെ മാന്യന്മാർക്കറിയാം. അവർ സ്വീകരിക്കും, ആദരിക്കും, അവർ അത് കൊണ്ടാടും. അതിനൊക്കെ നീയൊക്കെ ഇങ്ങനെ കലിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യൂ, ഖ്വാജ ആസിഫിന് പ്രാന്താണെന്ന് ഇന്ത്യ പറഞ്ഞത് ചുമ്മാതല്ല. ഇത് മുമ്പൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി ട്രൈബൽ വകുപ്പ് മന്ത്രിയായ നൂറുള്ള സൂറി ഏതാനും മാസങ്ങൾക്ക് പറഞ്ഞു, ഈ ഖ്വാജ ആസിഫിന് പ്രാന്താണ്. കാരണം നീ ചരിത്രം പഠിക്കണം ഖ്വാജ ആസിഫ്. ബംഗ്ലാദേശ് നിങ്ങൾ യുദ്ധം ചെയ്തില്ലേ, ഇന്ത്യ പഠിപ്പിച്ചില്ലേ പാഠം? ചരിത്രത്തിൽ വ്യക്തമാണ്. ഇന്ത്യയായിട്ട് മുട്ടിയപ്പോഴൊക്കെ പാകിസ്ഥാൻ എന്താ പറ്റിയെന്ന് ചരിത്രത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. ആരോടൊക്കെയാണെന്നറിയോ? സോവിയറ്റ് യൂണിയനോട് യുദ്ധം ചെയ്തിട്ടുണ്ട്, അമേരിക്കയോട് യുദ്ധം ചെയ്തിട്ടുണ്ട്, ബ്രിട്ടനോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അതൊന്നും ആ ചരിത്രം എടുത്ത് പഠിക്കണം. അല്ലാതെ നീ പ്രതിരോധ മന്ത്രിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളിമറിക്കുന്ന നിനക്ക് പ്രാന്താണ്. നിന്നെ കൊണ്ടുപോയി വല്ല ഷോക്ക് അടിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് ആദ്യം പറഞ്ഞത് നൂറുള്ള സൂരി എന്ന് പറയുന്ന താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി രക്ഷാമന്ത്രിയാണ്, അതിർത്തി ട്രൈബൽ വകുപ്പ് മന്ത്രിയാണ്.
അതാണ് ഇന്ത്യ കോട്ട് ചെയ്തിട്ട് പറഞ്ഞത്. ഖ്വാജ ആസിഫിന് ഭ്രാന്താണ്, പാകിസ്ഥാൻ അടിയന്തരമായി അവനെ ഒന്നെങ്കിൽ പൂട്ടിയിടണം അല്ലെങ്കിൽ ചികിത്സിക്കണം, അല്ലാതെ അഴിച്ചു വിട്ടാൽ ആമ്പിള്ളേർ കയറി അടിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ആ ആമ്പിള്ളേർ പാകിസ്ഥാനിൽ തന്നെ ഉണ്ടല്ലേ, അജ്ഞാതം എന്ന് പറയുന്ന ആളുകൾ. ചിലപ്പോൾ അജ്ഞാതൻ്റെ ഒരു വെടികുണ്ടയിൽ തീരാൻ ഖ്വാജ ആസിഫിന് യോഗമുണ്ടെങ്കിൽ അത് എത്രയും വേഗം കഴിയട്ടെ, അതിനവസരമുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാണ്. ഏതായാലും ഇന്ത്യ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞ് പരിഭവിച്ച് എന്നോട് സംസാരിച്ച ആളുകൾ കേൾക്കുക, ഇന്ത്യ മറുപടി കൊടുത്തിട്ട്. പിന്നെ ഈ വഴിയെ പോകുന്ന ആളുകൾ ഭ്രാന്തന്മാർ നമ്മളെ ചിലപ്പോൾ തുണിമൊക്കെ കാണിക്കും, തേറി പറയും. ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കാറുണ്ടോ? അതുപോലെ മുസാദിഖ് മാലിക് എന്ന് പറയുന്ന അവരുടെ ക്ലൈമറ്റ് മന്ത്രിയും, നല്ല മന്ത്രിയല്ലേ ക്ലൈമറ്റ്, ഈ മന്ത്രി എന്തോ ചെയ്താൽ മന്ത്രി തീരുമാനിക്കും ഇന്ന് മഴ പെയ്യട്ടെ, ഇന്ന് മഴ പെയ്യണ്ട, ഇന്ന് വേനലുണ്ടാവട്ടെ, ഇതൊക്കെ തീരുമാനിക്കാൻ മന്ത്രിക്ക് വരും. എന്തിനാണോ ക്ലൈമറ്റ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടാക്കി തന്നെ മന്ത്രിയാക്കിയിരിക്കുന്നത് എനിക്കറിയില്ല. കാരണം കൃത്യമായി കാലാവസ്ഥ പ്രവചിക്കാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ ക്ലൈമറ്റിൻ്റെ ഒരു മന്ത്രി. പിന്നെ ബിലാവൽ ഭൂട്ടോ, ഞാൻ പറഞ്ഞല്ലോ സ്വന്തം തള്ളയെ, പെറ്റ തള്ള പല കഷണങ്ങളായി ചെതറിത്തെറിച്ച് പോയിട്ട് രക്ഷിക്കാൻ പറ്റാത്ത പരമപന്നിയാണ് ഈ ബിലാവൽ ഭൂട്ടോ. അവനാണ് ഇന്ത്യയിൽ അണവായുധം പ്രയോഗിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ ഖ്വാജ ആസിഫിനോട് ഈ നൂറുള്ള സൂരി പറഞ്ഞതുപോലെ ചരിത്ര പുസ്തകം എടുത്ത് വായിക്കണം. ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്തപ്പോൾ, സമ്പൂർണ്ണ യുദ്ധവും ഭാഗീയ യുദ്ധങ്ങളും ചെയ്തപ്പോൾ എന്താണ് പാകിസ്ഥാന് കിട്ടിയതെന്ന് ചരിത്രം വായിക്കട്ടെ. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഇന്ത്യ ലൈവ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒന്നുണ്ട് കാര്യം, ചെയ്ത് തരേണ്ടുന്ന കാര്യങ്ങൾ, കമൻ്റ് ഇടണം, ലൈക്ക് അടിക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും അത് ചെയ്യണേ.